കണ്ണൂര് കണ്ണൂരിൽ നിന്ന് ലേഖ ഒരനുഭവം അയച്ചു തന്നിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു അനുഭവമാണ്. കേൾക്കാൻ എല്ലാവരും തയ്യാറല്ലേ? സർവം കൃഷ്ണാർപ്പണമസ്തു. ഹലോ ശ്രീകാന്ത് സാർ, എൻ്റെ പേര് ലേഖ. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാനൊരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ ജോലി ചെയ്യാണ്. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ അംഗമാണ് കേട്ടോ. സാറിൻ്റെ ശബ്ദമാധുര്യത്തിലുള്ള അനുഭവങ്ങളെല്ലാം സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. എൻ്റെ കണ്ണൻ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ 2 മാസം മുൻപുണ്ടായിട്ടുള്ള ഒരു അനുഭവം പങ്കുവയ്ക്കാം. ഇന്ന് ശിവരാത്രിയാണ്. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. തിരക്ക് കുറവാണ്. ഹോസ്പിറ്റലിൽ നിന്നാണ് ഇത് എഴുതുന്നത് കേട്ടോ. എന്താ കാര്യം? എൻ്റെ ഒരു കൈച്ചേന് നഷ്ടപ്പെട്ടപ്പോൾ അത് ഭഗവാൻ തിരിച്ചു തന്ന അനുഭവമാണ് ഞാൻ കുറിക്കുന്നത്. ഞാനൊരു ന്യൂറോ സർജനെ കാണിക്കാൻ വേണ്ടി ഞാൻ മോനെയും കൂട്ടി എൻ്റെ വീടിനടുത്തുള്ള ഒരു ലാബിൽ പോയി. എനിക്ക് നല്ല നടുവേദനയാണ്. അങ്ങനെ ഓർത്തോ ഡോക്ടർ പറഞ്ഞിട്ടായിരുന്നു ഞാൻ മംഗലാപുരത്ത് നിന്ന് വരുന്ന ന്യൂറോ ഡോക്ടറെ കാണിക്കാൻ പോയത്. ഡോക്ടറിനെ കാണിച്ച് മെഡിസിൻ വാങ്ങി വീട്ടിലെത്തി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. പിറ്റേന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്യൂട്ടിക്ക് പോകാനിറങ്ങി. 8 മണിക്കാണ് ഡ്യൂട്ടി ടൈം. ഞാൻ 7:30 വീട്ടിൽ നിന്നിറങ്ങി. വീട്ടിനടുത്ത് നിന്ന് തന്നെ ബസ്സുണ്ട്. 8 മണിക്ക് ഹോസ്പിറ്റലിലെത്താം. ഞാൻ ബസ്സിൽ കയറി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്നറിയോ? എൻ്റെ ഫോണൊന്ന് നോക്കി. അപ്പോഴാണ് എൻ്റെ കയ്യിൽ കൈച്ചെയിന് കാണുന്നില്ല എന്നോർത്തത്. ഞാൻ ബസ്സിൻ്റെ സീറ്റിൻ്റെ അടിയിലൊക്കെ നോക്കി. ഇല്ല. ഞാൻ വേഗം വീട്ടിലേക്ക് അമ്മയെ വിളിച്ചു പറഞ്ഞു. അമ്മ കിടക്കയിലൊക്കെ നോക്കി. ഞാനത് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. എപ്പോഴാണ് പോയത് എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. അമ്മ വിളിച്ചിട്ട് ഇവിടെയെങ്ങും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ബസ്സിൽ നിന്നിറങ്ങി ഓട്ടോ വിളിച്ച് വീട്ടിലെത്തി. നോക്കുമ്പോൾ മോനും അമ്മയും എല്ലായിടവും നോക്കുന്നുണ്ട്. ആരോടും പറഞ്ഞില്ല. ഞാൻ ബസ് സ്റ്റോപ്പിലൊക്കെ നോക്കിട്ടോ, എങ്ങും കണ്ടില്ല. ബാത്റൂമിൽ വെള്ളത്തിൻ്റെ കൂടെ എങ്ങാനും ഒഴുകിപ്പോയിട്ടുണ്ടാവുമോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എങ്ങനെയായാലും കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, ഒന്നിനും ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ. അത് സത്യവുമാണ്. എപ്പോഴാണ് ചെയിൻ പോയതെന്ന് എനിക്ക് ഓർമ്മയേയില്ല. അമ്മയും കുറേ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. നേർച്ചയൊക്കെ കൂട്ടി ഞാൻ ആ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ നിന്ന് മനസ്സുരുകി കരഞ്ഞ് പ്രാർത്ഥിച്ചു. കുറേ നേർച്ചയും നേർന്നു. കിട്ടിയാൽ വൈകുന്നേരം തന്നെ ഞാൻ അമ്പലത്തിൽ വന്നോളാം എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ ശാരദ ചേച്ചി വന്നുട്ടോ. നിനക്കിന്ന് ഡ്യൂട്ടി ഇല്ലല്ലേ, എന്താ എല്ലാവരും കൂടി പരതുന്നത് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കൈച്ചെയിൻ കാണുന്നില്ലെന്ന് പറഞ്ഞു. ഏകദേശം 1 പവനുണ്ട്. സ്വർണത്തിനൊക്കെ എന്ത് വിലയാന്ന് പറഞ്ഞ് ആ ചേച്ചിയും എൻ്റെ കൂടെ തിരയാൻ തുടങ്ങി. ചേച്ചി പറഞ്ഞു, ഈ വീട്ടിലില്ല. അമ്മയും പറഞ്ഞു, ഇവിടെ ഇല്ല. എനിക്കാണെങ്കിൽ കരച്ചിൽ അടക്കാൻ കഴിയുന്നില്ല. ഞാൻ ഭഗവാനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശാരദ ചേച്ചി പറഞ്ഞു, നീ ഇന്നലെ ന്യൂറോ സർജൻ ഡോക്ടറെ കാണിക്കാൻ പോയില്ലേ, അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ. ഞാൻ പറഞ്ഞു, അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇത് ബാത്റൂമിൽ തന്നെ പോയതായിരിക്കും എന്നൊക്കെ. ആ ചേച്ചി പറഞ്ഞു, ഒന്ന് ചോദിച്ചു നോക്ക്, നമ്പർ ഇല്ലേ എന്ന്. പിന്നെ ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു. അവിടുത്തെ ഒരു സ്റ്റാഫ് എടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ കാണിക്കാൻ വന്നതാണ്. എൻ്റെ കൈച്ചെയിൻ നഷ്ടപ്പെട്ടിരുന്നു. അവിടെ ഒന്ന് നോക്കാമോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ കിട്ടിയിട്ടുണ്ട്, തെളിവുമായിട്ട് വന്നാൽ തരാമെന്ന്. ഞാൻ വേഗം അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർക്കാണ് കിട്ടിയത്, പുറത്താണെങ്കിൽ കിട്ടില്ലായിരുന്നു എന്ന്. അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫ് വന്ന് അതെനിക്ക് തന്നു. എനിക്ക് കരച്ചിൽ വന്നു കേട്ടോ. ഞാൻ അവർക്ക് ലഡ്ഡുമൊക്കെ വാങ്ങിക്കൊടുത്താണ് വന്നത്. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ലേറ്റ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ചെയിൻ കാണാതെ പോയത് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞു, കിട്ടും, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും എൻ്റെ കണ്ണനെ എനിക്ക് തിരിച്ചു തന്നതാണ് ആ കീ ചെയിൻ. എൻ്റെ കൈച്ചേന്. എൻ്റെ കൃഷ്ണ, അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അമ്പലത്തിൽ പോയി കണ്ണനോട് 1000 നന്ദിയും പറഞ്ഞു കേട്ടോ. ഒരുപാട് നീണ്ടുപോയി, ക്ഷമിക്കുക. സർവം കൃഷ്ണാർപ്പണമസ്തു. എന്താ കഥ അല്ലേ? മനോഹരമായ അനുഭവം. ഈ അനുഭവത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാ അറിയോ? അടുത്ത വീട്ടിൽ നിന്ന് ആ ചേച്ചി വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ അങ്ങനെയുള്ളൊരു സുഖമുള്ളൂ. അടുത്ത വീടുകളൊക്കെ ആയിട്ട് ഒരേ കുടുംബം പോലെ കഴിയുന്നത്. ടൗണിലൊക്കെ ഉണ്ടാവും, ഫ്ലാറ്റുകളിലൊക്കെ ഉണ്ട്, നല്ല ബന്ധങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നാട്ടിൻപുറങ്ങളിൽ അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഒന്നുകൂടെ കൂടുതലാണ്. അപ്പോൾ ആ ശാരദ ചേച്ചി വന്ന് തിരയാൻ കൂടിയതൊക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കല്പിച്ച് നോക്കുകയാണ് ഞാൻ. അതൊക്കെ എല്ലാവരുടെയും നടക്കുന്നതാണ് നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ. എന്തൊരു സന്തോഷമല്ലേ! എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ അനുഭവം. എന്താ കഥ! ഹരേ കൃഷ്ണ. എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാം. ഈ ചേച്ചിയും ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം ഗ്രൂപ്പിലുള്ളതാണെന്ന് തോന്നുന്നു. ആദ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ. അപ്പം കമൻറ്റ് ബോക്സിൽ യൂട്യൂബിൻ്റെ ജോയിൻ ബട്ടണിലൂടെ ആണ് വരേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഫേസ്ബുക്കിലൂടെയും വരാം. കുറേ കാര്യങ്ങളുടെ സമാന പദ്ധതിയും കാര്യങ്ങളും പിന്നെ ചർച്ചകളും അങ്ങനെ വിശേഷങ്ങളുമായിട്ട് അങ്ങനെ പോകുന്നു. ഹരേ കൃഷ്ണ.